സമയമുള്ളവരെല്ലാവരും പറയൂ നമുക്കൊരു വെറൈറ്റി ട്രിപ്പ് പോവാം. ഇന്ന് ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത് നാളെ മിന്നം വെളുക്കുമ്പോഴേക്കും തിരിച്ചെത്തുന്ന ഒരു വെറൈറ്റി ലേഡീസ് ട്രിപ്പാണ് നമ്മൾ പോണത്. ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കണ പോലെയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ നമ്മൾക്ക് നേരെ പോണത് വല്ല ഫുഡ് അടിക്കാനായിരിക്കും. ഫുഡ് അടിച്ചാൽ മാത്രമാണ് ഞങ്ങളുടെ ഒരു എനർജി നമുക്കുള്ളൂ. ആ ഫുഡ് അടിച്ചതിൻ്റെയാണോ ഈ എനർജി, അതോ 2 സ്റ്റെപ്പ് പഠിച്ചു പോയതിൻ്റെ അഹങ്കാരമാണോ എന്നറിയില്ല. കയറിയപ്പോൾ തൊട്ട് ഇറങ്ങണ വരെ ഞങ്ങൾക്ക് ഈ സ്റ്റെപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഈ ലോങ് ട്രിപ്പ്, നമ്മുടെ ഡെസ്റ്റിനേഷൻ എക്കിറോ ആണ്. സ്റ്റോക്ക്ഹോമിൽ നിന്ന് 35-40 മിനിറ്റ്സ് മാത്രമുള്ള എക്കിറോ. അടിപൊളിയൊരു കൺട്രി സൈഡാണത്. ഈ റാപ്സീൽഡ് ഫീൽഡൊക്കെ ഇല്ലേ, അതാണ് അവിടെ നിറച്ച്. പക്ഷെ നമ്മളൊരു ജൂൺ മിഡോട് കൂടി പോയ കാരണം അതൊക്കെ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞുവരുന്നു. ഇപ്പോൾ അവിടെ പുല്ല് മാത്രമേ ഉള്ളൂ. നല്ല മെക്കീറൊക്കെ ആണെങ്കിലും അവിടെ ചെന്നിട്ട് ഒരു അടിപൊളി ഹൈക്കിങ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എന്ന് പറയണ പോലെ അന്നൊരു റെയിനി ഡേ ആയിരുന്നു. കാലത്ത് തൊട്ട് മഴയായിരുന്നു. സമ്മറാണ് ഇവിടെ, പക്ഷേ ഈ മഴ ഇപ്പോൾ പലപ്പോഴും ഉണ്ട്. സമ്മറൊക്കെ ഞങ്ങൾക്ക് കാണാനേ കിട്ടുന്നില്ല. പിന്നെ നമ്മുടെ എയർബിഎൻബി ഒരു കിളിക്കൂട് പോലത്തെ ഒരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു എയർബിഎൻബി ആയിരുന്നു. നമ്മൾ 5 പേരാണ് അവിടെ സ്റ്റേക്ക് പോയത്. നമുക്ക് പറ്റിയ ആപ്റ്റായിട്ടുള്ളൊരു എയർബിഎൻബി. 2 ബെഡ്റൂമും ഒരു ബാത്റൂമും വലിയൊരു ഹാളും വിത്ത് കിച്ചണൊക്കെ ആയിട്ട് ഒരു അടിപൊളി എയർബിഎൻബി ആയിരുന്നു. നമ്മൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ എയർബിഎൻബി. നമുക്ക് ഓടി നടക്കാനും ചാടി നടക്കാനും, അതായത് ചാടി നടക്കാനും ഒക്കെ ഒരു എയർബിഎൻബി ആയിരുന്നു. കണ്ട ബെഡ് കണ്ടപ്പോഴേ എൻ്റെ കാറ്റ് പോയി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നു. പിന്നെ നമ്മൾ വീണ്ടും ഫുഡ് അടിക്കാൻ പോയി. ഇത് തന്നെ പണിയെന്ന് തോന്നാം, ബട്ട് നമ്മുടെ ഒരു മെയിൻ പണി ഇതൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് കഴിച്ചില്ല, റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് നമ്മൾ കഴിച്ചില്ല. നമ്മൾ ഫുഡ് വാങ്ങി നമ്മുടെ ക്യൂട്ടായിട്ടുള്ള എയർബിഎൻബിയിലെത്തി. അവിടെ വന്ന് നമ്മൾ ഫുഡ് കഴിച്ചു, കുറേ വെറൈറ്റി ഗെയിംസ് കളിച്ചു, കുറേ നേരം വർത്താനം പറഞ്ഞു. അപ്പോഴേക്കും നേരം വെളുത്തു. എന്നിട്ടെല്ലാം കൂടി വാരിക്കെട്ടി വീട്ടിൽ പോയി.